നമ്മളെല്ലാവരും പർച്ചേസിന് പോയി കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചു മക്കൾ നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും അവരെ കണ്ണും മൂടി കെട്ടി കൊണ്ടുപോകണം. ഒരു സ്ഥലമൊരിക്കുമല്ലേ ഈ ടോയ്സ് ഇരിക്കുന്ന ഭാഗം നമ്മളും അതേപോലെ കൊണ്ടുപോകാൻ നോക്കി. അവളുമാരിതാ കണ്ണ് വെട്ടിച്ചതാ പോയതാ വാരി പറക്കണതാ. ഒരാളെടുത്ത് കെട്ടിപ്പിടിച്ച് വെച്ചുകൊണ്ട് നിൽക്കുകയാണ്, എനിക്കിത് വേണമെന്ന് പറഞ്ഞുകൊണ്ട്. ഒരുവിധം എന്തോ പറഞ്ഞ് ആളെന്ത് ചെയ്ത് അതിനകത്തോട്ട് ഇടിയിപ്പിച്ച് എന്നിട്ട് അടുത്തതും പിടിച്ച് അടുത്തുനിന്ന് ഒരാൾ വേറെയൊക്കെ എടുക്കാൻ വേണ്ടി കയ്യിൽ പിടിച്ച് വെച്ചിട്ടുണ്ട്. അടുത്ത ആൾ വേറൊരു പായനെ എടുത്ത് കേട്ടാ. അവർ പോയി കഴിഞ്ഞാൽ കൊണ്ടേ വരും അവരെ സാധനങ്ങൾ. ആദ്യം പോയിട്ട് സാധനം എടുത്തിട്ട് പോയ അവളുമാർ വീണ്ടും തിരിച്ചു വന്ന് അവളുമാരെ കാണാത്തോണ്ട് തിരിക്കുകയും വന്നു. ഇപ്പോൾ തണുപ്പ് ഇവിടെ തുടങ്ങി കേട്ടോ. തണുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ തണുപ്പത്തിടുന്ന പല കളറിലും പല വെറൈറ്റിയിലായിട്ടുള്ള ഡ്രസ്സുകൾ മാത്രമേ പിന്നെ ഇവിടെ എല്ലാ ഷോപ്പിലും കിട്ടുള്ളൂ. നമ്മളെ നാട്ടിലാണെങ്കിൽ എല്ലാ സീസണിൽ പോയാലും ഏത് ഡ്രസ്സും ഉണ്ടാവും കിട്ടും. നമ്മളെ നാട്ടിൽ വലിയ തണുപ്പും വലിയ ചൂട് ഇവിടുത്തെ കണക്കത്തെ ചൂടും തണുപ്പൊന്നും ഇല്ല. എന്നിരുന്നാൽ പോലും ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഈ ഫ്രോക്ക് നല്ല പേളിൻ്റെ വർക്കുള്ള ഫ്രോക്കാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ കൈയില്ലാത്ത ഫ്രോക്കായതുകൊണ്ട് എടുത്തില്ല കേട്ടോ. കൈയുള്ള ഫ്രോക്ക് നോക്കി നടക്കുകയാണ് കേട്ടോ ഞങ്ങൾ. അപ്പോഴത്തേക്കും നമ്മൾ വന്ന ടൈം കുറച്ച് ലേറ്റായിപ്പോയി. ഷോപ്പ് അടയ്ക്കാനുള്ള ടൈമും ആയി വരികയായിരുന്നു. അങ്ങനെ പിന്നെ വലുതായിട്ടൊന്നും പർച്ചേസ് ചെയ്യാൻ നിന്നില്ല. പിന്നെ അവർ മാള് രണ്ടുപേരും ഓരോ ടോയ്സ് എടുത്ത് പിന്നെ അവളുമാരുടെ തലയിലിടാൻ വേണ്ടി ഈ ഒരു ബോട്ടിൽ ഹെയർ ബാൻഡും കൂടെ എടുത്ത് ബില്ലൊക്കെ ചെയ്ത് നമ്മളവിടെ നിന്ന് ഇറങ്ങി. ഇനി പിന്നീട് ഒരു ദിവസം ഈ ഫ്രോക്കിന് വേണ്ടി വീണ്ടും ഇറങ്ങണം. അത് നല്ല ടൈമുള്ള സമയത്ത് വന്നാലേ പറ്റുള്ളൂ കേട്ടോ. നല്ലതുപോലെ ചെക്ക് ചെയ്ത് നമ്മൾ എടുക്കണം. പിന്നെ ഇതേപോലത്തെ ഒരുപാട് ഡിഫറൻറ്റ് ടൈപ്പിലുള്ള നല്ല ഇതുണ്ടല്ലോ, നമ്മുടെ ലഞ്ച് ബോക്സ് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എടുത്തില്ല. എന്തായാലും നാട്ടിൽ പോകുന്ന സമയത്ത് ഈ ആളെ സ്കൂളിലൊക്കെ ചേർത്തപ്പോൾ എടുക്കണം.